ഹലോ, എല്ലാവർക്കും ക്രിസ്മസിന് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ട്രാൻസ്ഫർ ആയി, ഞങ്ങൾക്ക് ചണ്ഡീഗഡിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ നമ്മൾ പോവാണ്. സാധനങ്ങളൊക്കെ ഇന്നലെ കൊടുത്തു വിട്ടു. ഇന്ന് നമ്മൾ കാറിൽ പോവാണ്. വീടൊക്കെ കാലിയായി, ഒന്നുമില്ല, എല്ലാം കാലിയായി. അപ്പോൾ ഇന്ന് നമ്മൾ ചണ്ഡീഗഡ് ഇറങ്ങുകയായിരുന്നു. ചണ്ഡീഗഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചണ്ഡീഗഡിൽ വെച്ചിട്ട് നമുക്ക് കാണാം, വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ റെഡി ആവണം. ഇപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളൂ, എണീറ്റ് ഇനി റെഡി ആയിട്ട് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചണ്ഡീഗഡ് കാണാം. ഇതാണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻവെർട്ടും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തലേദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തപ്പോൾ എല്ലാതും കൂടി വീഡിയോ ആക്കി എടുത്തു. ഇതിപ്പോൾ ഞങ്ങളുടെ ട്രക്ക് വന്നു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ട്രക്കിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുത്തു വിട്ടത്. അപ്പോൾ പോകാനായിട്ട് ഞാൻ റെഡിയായി. ഇപ്പം ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലയാളീസ് എല്ലാവരും കൂടി വന്നേക്കാണ്. ജീന ചേച്ചി, ലോറൻസ് സാറും, പിന്നെ സ്മിത ചേച്ചി, പിന്നെ ഷിജില ചേച്ചി, ജിനു, നിഖില്, പിന്നെ അവരുടെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. അവർ സ്കൂള് പോകണേക്കാൾ മുമ്പ് എന്നെ കണ്ടിട്ടും അങ്കൂസിനെ കണ്ടിട്ടും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഇതാ വിട്ടുൻ്റെ അങ്കൂസ് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് ജോയില്. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളെ യാത്രയാക്കി. നമ്മളെല്ലാവരുടെ യാത്രയ്ക്ക് പറഞ്ഞ് കാറിൽ കയറി. കാറിൽ 2 മിനിറ്റ് ഉറങ്ങി. പിന്നെ ചൂടുകാലായതുകൊണ്ട് വീടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാജപുത്താന എന്ന് പറഞ്ഞൊരു ധാബ, നല്ല ഫേമസ് ധാബയാണ്, അവിടെ ഇറങ്ങി. അവിടെ ഞങ്ങൾ ആലുപൊറോട്ടയാണ് കഴിച്ചത്. ആൽഡ്രീന് ചോളപുട്ടൂര് വേണമെന്ന് പറഞ്ഞു. ചോളപുട്ടൂര് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്രയായി. ഗോളിയാറിന്ന് ചണ്ഡീഗഡിലോട്ട് ഏകദേശം 610 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു 10 hours 20 minutes അങ്ങനെയാണ് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ കാറിൽ പോകാമെന്ന് പറയാൻ, ലോങ് ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കാർ ചൂസ് ചെയ്തത്. അതായത് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ അതായത് ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ട്രെയിനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കാർ എടുത്ത് ഒഴിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങള് പോണ വഴി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. നല്ല ചൂട്, അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. പിള്ളേർക്ക് ലേസ് വാങ്ങിച്ചു. രണ്ടുപേരും കാജു കിസ്മിസും, ഞാൻ മറ്റേ ഇതിന്റെ പേരെന്താന്ന്, ബ്ലാക്ക് കറന്റ്, അങ്ങനെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങാണ്. അങ്കൂസിന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടാട്ടോ, കണ്ടാൽ മതി, പിന്നെ പിടിയില്ല. പിന്നെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. നല്ല വെയിലാട്ടോ. നമുക്ക് വെള്ളം കുടിച്ച് നമുക്ക് വിശപ്പില്ലാണ്ടായി, നമുക്ക് വിശക്കണില്ല. പിന്നെ നമ്മളങ്ങനെ കാറിൽ ഇരിക്കുകയല്ലേ, അപ്പം ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് വിശക്കണമില്ല. കുറച്ച് ലൈറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമുക്ക് നല്ലൊരു ഹോട്ടൽ കണ്ട് ഇറങ്ങാനൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറക്കം വരും, നമുക്ക് നല്ലോണം. ഞാൻ പിന്നെ കുറച്ച് പിടിച്ചൊക്കെ നിന്ന്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി. അപ്പോൾ ഞാനൊരു ചാറ്റ് പറഞ്ഞു, ആലു ടിക്കി പോലത്തെ ഒരു ചാറ്റാണത്, പേരെന്തോ ആയിരുന്നു, മറന്നുപോയി. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റായിരുന്നു. തൈരൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റമായിരുന്നു. അവള് കഴിച്ചില്ല, മോള് കഴിച്ചില്ല. പിന്നെ ചേട്ടൻ മറ്റേ പാവ് ഭാജിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രെയിൻ സിസ്റ്റമാണ്. നമ്മൾ ഉടുപ്പി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് ഈ ഹോട്ടൽ. കുറച്ചുകൂടി വലുതാണെന്ന് മാത്രം. നടുക്ക് ട്രെയിൻ സിസ്റ്റം, ട്രെയിനാണ് ഫുഡ് കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട്. അടിപൊളിയാണ്, കുഴപ്പമില്ല, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജിഞ്ചർ ടീ പറഞ്ഞിരുന്നു, കാരണം തലവേദന എടുത്തിട്ട് പാടാറില്ല, പിന്നെ ഉറക്കും. അപ്പം പിന്നെ ചായ എനിക്ക് അത്യാവശ്യമായിരുന്നു. പിന്നെ അങ്കൂസിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു, കാരണം വിശപ്പില്ല നമുക്ക്. പിന്നെ മോള് ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്ക് വന്ന ഇതായതുകൊണ്ട് പിന്നെ കഴിക്കാനും വലിയ ഇതുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈ പറഞ്ഞേ. പിന്നെ മോന് ബർഗർ, അവനതാണ് ഇഷ്ടം.
അപ്പം അതിന് ഓർഡർ ചെയ്തു. പിന്നെ ഒരു കാര്യം, ഈ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അപ്പം മറന്നുപോയി. പക്ഷെ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ, നല്ല ക്ലീനായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാഷ്റൂമൊക്കെ പോയി മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് പിന്നെ നമ്മൾ യാത്ര തുടർന്നത്. നമ്മൾ 6 മണിയായി, 6 മണിയായി പോയി ചണ്ഡീഗഡെത്തി. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.